ഹലോ, വെൽക്കം ബാക്ക് ടു ലേഡീസ് പ്ലാനറ്റ്. ഇന്ന് നമ്മൾ ചെയ്യുന്നത് വെറും 2 ചേരുവകൾ കൊണ്ട് വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു ഈവനിങ് സ്നാക്കാണ് കേട്ടോ. നമുക്ക് എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നതെന്നുള്ളത് നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിൻ്റെ മുൻപായിട്ട് താഴെ കാണുന്ന ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവർ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ സ്നാക്ക് റെഡിയാക്കുന്നതെന്നുള്ളത് നോക്കാം. അപ്പോൾ ഈ ഒരു സ്നാക്കിലേക്ക് ഞാനിവിടെ പുഴുങ്ങിയെടുത്ത ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്. ഏകദേശം ഒരു 1.5 കപ്പോളം ഉണ്ട് കേട്ടോ. ഇതൊരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. പുഴുങ്ങിയപ്പോൾ ഉപ്പൊന്നും ചേർത്തിട്ടില്ല കേട്ടോ. ഇനി ഇതിലേക്ക് വേണ്ടത് കോൺഫ്ലോർ ആണ്. ഞാനിവിടെ ആദ്യം ഇതിലേക്ക് 4 വലിയ സ്പൂൺ കോൺഫ്ലോർ ചേർത്തിട്ട് ഇത് നല്ല പോലെ ഒന്ന് കുഴച്ചെടുക്കുകയാണ് കേട്ടോ. ഇത് നമുക്ക് കൈ വെച്ചിട്ട് ഷേപ്പ് ചെയ്തെടുക്കാനുള്ള പാകത്തിന് കോൺഫ്ലോർ ചേർത്ത് കൊടുക്കണം. അപ്പോൾ നമുക്കിത് നല്ല പോലെ ഒന്ന് കുഴച്ചെടുക്കാം. ഞാനിതിലേക്ക് മൊത്തത്തിൽ 1/2 കപ്പോളം കോൺഫ്ലോർ ചേർത്തിട്ടുണ്ട് കേട്ടോ. കോൺഫ്ലോറിന് പകരം വേറെ എന്തെങ്കിലും ചേർക്കാൻ പറ്റുമോയെന്ന് പലർക്കും ഡൗട്ട് ഉണ്ടാവും. കോൺഫ്ലോർ ആകുമ്പോഴാണ് നമുക്കിത് നല്ലൊരു പെർഫെക്റ്റ് ആയിട്ട് കിട്ടുക. പകരം അരിപ്പൊടിയോ മൈദയൊക്കെ ചേർത്ത് കൊടുക്കാം. ഇനി കൗണ്ടർ ടോപ്പിലേക്ക് മാറ്റിയിട്ട് കുറച്ച് എണ്ണ പുരട്ടിയിട്ട് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് എണ്ണ കൂടെ പുരട്ടിയിട്ട് ഒന്നുകൂടെ ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ ബോൾ ഷേപ്പിലാണ് കേട്ടോ ഞാൻ റെഡിയാക്കിയിട്ടുള്ളത്. ഇത് നല്ലപോലെ കയ്യിൽ ഒട്ടിപ്പിടിക്കും കേട്ടോ, കോൺഫ്ലോറും ഉരുളക്കിഴങ്ങും കൂടെ ആകുമ്പോൾ. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാൻ മറക്കരുത്. അത് വീഡിയോ എഡിറ്റ് ചെയ്തപ്പോൾ കട്ടായി പോയതായിരിക്കും. എന്നിട്ട് നമുക്കിത് ചൂടുള്ള എണ്ണയിലിട്ടിട്ട് നല്ല പോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ ഈ ഒരു സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്കാണ് കേട്ടോ. കാണാനും നല്ലൊരു ഭംഗിയായിരിക്കും കോൺഫ്ലോർ വെച്ചിട്ട് ചെയ്യുമ്പോൾ. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കുന്ന സമയത്ത് ഫീഡ്ബാക്ക് അറിയിക്കാനും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്